സുമലതേ, സുമലതേ, ബജാജിന്റെ സാറ് വന്നായിരുന്നോ? എന്താന്നറിയത്തില്ല, ഇന്ന് അയാളെ കണ്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഇടപാടൊക്കെ തീർത്തായിരുന്നു. ഇവിടെ വന്നിട്ടില്ല. എനിക്കാണ് അമ്പലത്തിൽ പോണം. ഇറങ്ങാൻ വേണ്ടിട്ട് ഞാനല്ലേ ഇറങ്ങുന്ന സമയത്ത് അവൻ എന്നെ എവിടുന്നേലും പിടിക്കും. പോകുമ്പോ ഒരു മിസ് കോൾ അടിക്കേ. ആ വിളിക്കാം. അമ്പലത്തിൽ ഇന്ന് സപ്താഹത്തിന്റെ ഊണുണ്ട്, ഊണ്. അറിയാം, പിന്നെ എനിക്കറിയത്തില്ലേ. പാത്രം എടുക്കുവാ? 4 കവർ എടുക്കുന്നുണ്ട്. 4 അവിയല്, സാമ്പാറ്, പുളിശ്ശേരി. 2 കുപ്പി എടുത്തേരെ. കുപ്പി ഞാൻ എടുത്തോളാം. എന്റെ കുപ്പി കഴിഞ്ഞ പ്രാവശ്യം കോവാലി ഇല്ലേ, അമ്പലത്തിൽ വെച്ചിട്ട് എടുത്തോണ്ട് പോയി. 2 കുപ്പിയും 4 കവറും. പിന്നെ ആ അണ്ണാച്ചി പോവുകയാണെങ്കിൽ ഒന്ന് മിസ് കോൾ അടിച്ചേരെ. എനിക്ക് അതിന്റെ പുറകെ ഞാൻ ഇറങ്ങും കേട്ടോ. ആ അതാ പാലുകാരനാണ്. പേടിച്ചു ആ സാറാന്ന് വിചാരിച്ചു. ഉരുകിപ്പോയി. ഓ പഞ്ചറ് ആയല്ലോ ദൈവമേ, എന്തൊരു കഷ്ടമായിന്. പുതിയ വണ്ടി, പുതിയ ജോലി, എൻജോയ്. അയ്യോ ഇത് എന്ന സ്ഥലം ഇന്ന് ഞാൻ പിടിച്ചത് തന്നെ. ഹലോ ഹലോ, ആ സാറേ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. 6 മാസത്തെ പെൻഡിങ് ഉണ്ട്. അതൊക്കെ ഞാൻ ഇന്ന് തന്നെ സെറ്റ് ചെയ്യാം. സാറൊരു കാര്യം ചെയ്യും, അതിന്റെ ഫോട്ടോ ഇങ്ങോട്ട് അയക്കും. ആ ഫോട്ടോ അയക്കും, ഞാനിപ്പോ തന്നെ സെറ്റ് ചെയ്ത് വിടാം. ശരി. ഹലോ ഫ്രണ്ട്സ്, വീഡിയോയ്ക്ക് മുൻപായിട്ട് എൻ്റെ സ്കിന്നിന് ഒരുപാട് ടാനും പ്രോബ്ലം ഒക്കെ വന്നപ്പം ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഡോക്ടർ കൺസൾട്ടേഷൻ എടുത്തതും, അതും ഫ്രീ കൺസൾട്ടേഷൻ എടുത്തതും, ഡോക്ടർ എനിക്ക് തന്ന പ്രൊഡക്ട്സും അതിൻ്റെ റിസൾട്ടും ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ ക്യൂർ സ്കിന്നിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഡെർമറ്റോളജിസ്റ്റിന്റെ ഫ്രീ കൺസൾട്ടേഷൻ കിട്ടും. ഇതുപോലെ നമുക്ക് ആപ്പ് വഴി കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. എന്റെ ഫേസിന്റെ പ്രശ്നം വെയിൽ കൊണ്ടിട്ട് ടാൻ ആയതാണ്, ആക്നെ മാർക്കും. എനിക്ക് സജസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റുകൾ ഇതാണ്. ക്യൂർ സ്കിൻ ഫേസ് വാഷ്. ഇത് എത്രത്തോളം നല്ലതാണെന്ന് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഫേസ് വാഷിന് ശേഷം നമുക്ക് ബാരിയർ റെസ്ട്രിക്ടർ ക്രീം യൂസ് ചെയ്യാം. ഇത് നമ്മുടെ ഡാമേജ് ആയ സ്കിന്നിനെ റിപ്പയർ ചെയ്ത് കൊണ്ടുവരും. ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് നല്ലൊരു അടിപൊളി സൺസ്ക്രീൻ ആണ്. ഫുൾ കവറേജ് കിട്ടും ടാനിങ് കൊണ്ടുള്ള പ്രോബ്ലത്തിന്. ഇതിന്റെ ഡേ ടൈം റൊട്ടീൻ ആണ്. ഇനി നൈറ്റ് ടൈം ഞാൻ യൂസ് ചെയ്യുന്നത് ക്യൂർ സ്കിന്നിന്റെ തന്നെ ഫേസ് സെറമാണ്. ഫേസ് വാഷിന് ശേഷമാണ് ഞാൻ ഈ സെറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഫേസിന്റെ ടാൻ ഒക്കെ പോയി നല്ല ക്ലിയർ ആക്കുന്നുണ്ട്. ഇതിനകത്ത് നിയാസിനിമൈഡ്, ഗാലിക് ആസിഡ്, അതുപോലെ തന്നെ ഗ്ലിസറിനും അടങ്ങിയിട്ടുണ്ട്. കുറച്ച് നാളത്തെ യൂസേജിന് ശേഷം വളരെ നല്ലൊരു മാറ്റം എന്റെ ഫേസിൽ ഉണ്ടായി. അത് നിങ്ങൾക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കൊടുക്കുന്ന കാശിന് 100% വർത്ത്ഫുൾ ആണ്. ഈ ആപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പർച്ചേസിൽ 100 രൂപ ഡിസ്കൗണ്ട് കിട്ടാൻ എന്റെ റെഫറൽ കോഡായ ബബിത100 യൂസ് ചെയ്യാവുന്നതാണ്. അല്ല ചേട്ടാ, ഈ രാമേന്ദ്രന്റെ വീട് ഇതാണോ? ഓ ഇത് തന്നെ. അവരകത്തുണ്ടോ? എവിടെ പോയെന്ന് അറിയാൻ പാടില്ല. എനിക്കും കാശ് തരാറുണ്ടെന്നേ. ഏതോ കല്യാണത്തിനോ കളവാണത്തിനോ പോയെന്നൊക്കെ പറയുന്നത്. എന്തോ ചെയ്യാനാന്ന് പറയണേ. കല്യാണത്തിന് പോയാ? ഓ എപ്പോ വരുമെന്നല്ലോ ആർക്കറിയാ. ഇയാൾ ഇവിടെ കാണാൻ വെയിറ്റ് ചെയ്യാൻ നോക്കി. ഇപ്പൊ വരുമായിരിക്കും. എനിക്ക് പണിക്ക് പോകണം. ശരി എന്നാ ഞാൻ അവിടെ കാത്തിരിക്കാം. നാശമൊക്കെ എന്തോ ചെയ്യും. ഇവനൊക്കെ കായ കൊടുക്കാൻ തോന്നിയ സമയം എന്നെ പറഞ്ഞാ മതിയല്ലോ.
പോയി സാറേ, ആള് പോയി. ഇതെന്തോന്ന് പുതിയ സാധനം മേടിച്ചോ? എന്തിനാ അമ്മ ഈ കൊള്ള കടമെല്ലാം മേടിച്ചിട്ട് ഈ സാധനങ്ങൾ മേടിക്കുന്ന? ഈ കടക്കാര് വീഴുന്നത് കയറി ഇറങ്ങുവാ. നിനക്കെന്താ പരിപാടി? എന്റെ ചെറുക്കനല്ലേ ജോലിക്ക് പോയി കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കി ഇങ്ങോട്ട് കുടുംബത്തോട് കൊണ്ടുവരുന്നത്. നീ എന്തിനാ ഇതിനകത്ത് അത്ര ദണ്ഡപ്പെടുന്നത്? അതെ, മോൻ കഷ്ടപ്പെടുന്ന പൈസ തന്നെയാണ്. അങ്ങേരി കഷ്ടപ്പെടുന്ന പൈസ ഈ നാട്ടുകാരെ മൊത്തം വഴി തടഞ്ഞു നിർത്തി മേടിച്ചോണ്ട് പോവുക. ഇക്കണക്കിന് പോയാൽ ഞാൻ എങ്ങനെ ജീവിക്കും ഈ വീട്ടിനകത്ത്? എന്തൊരു കഷ്ടമായത്. ആ പിന്നെ കടക്കാര് വന്ന് അവിടെ വിളിക്കുമ്പോ ഞാനിവിടെ കാണുന്നെങ്കിലല്ലേ കടക്കാര് കാശ് മേടിച്ചോണ്ട് പോകുന്നത്. അപ്പം ഇത് അത്യാവശ്യമായിരുന്നു വീട്ടിൽ, അതുകൊണ്ട് അങ്ങ് മേടിച്ചതാ. ആരാണ്ട് വരുന്നുണ്ട് കേട്ടോ, ഞാനിവിടെ ഉണ്ടെന്ന് പറയല്ലേ. ഫിനാൻസുകാരനാ, പറഞ്ഞാ നിന്നെ കൊല്ലും ഞാൻ. ചേച്ചി ചേച്ചി ചേച്ചി, ചുമന്ന നൈറ്റ് കേട്ടോ ചേച്ചി. ഞാൻ കണ്ട് ഞാൻ കണ്ടേച്ചി. ഇതെവിടെ പോയി? നീ കുറെ കണ്ടുപിടിക്കും. ഇതെവിടെ പോയി? ഇതെന്നാ മാഞ്ഞു പോയാ? അടുത്ത പ്രാവശ്യം എൻ്റെ കിട്ടും. നീ ഞൊട്ടും. അമ്മച്ചി, മൊത്തം ഒരു ഫ്രിഡ്ജ് മേടിച്ചിട്ടുണ്ട്, ഒരു AC, ഒരു വാഷിംഗ് മെഷീൻ. ഇതെല്ലാം ഫിനാൻസിൽ നിന്ന് എടുത്തതാ. 4 മാസത്തെയും കൂടി 39,500 രൂപ തരണം. മേടിച്ചിട്ട ഞാൻ പോത്തോള്. അതാ മക്കളെ, എന്തെങ്കിലും ഉണ്ടായിരുന്നെ അമ്മച്ചി തന്നേനെ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു കൊച്ചിറക്കം വന്നപ്പോ അമ്മച്ചിയുടെ കാതേ കിടന്നത് കൊടുത്ത് ഞാൻ വിട്ട്. മരുന്ന് മേടിക്കാൻ പോലും 5 പൈസ ഇല്ല മക്കളെ. അമ്പലത്തില് നിവേദ്യച്ചോറൊക്കെ ഉള്ളത് കൊണ്ട് അമ്മച്ചി എങ്ങനെയും ഒക്കെ കഴിയുന്നു. നാളിലൊക്കെ ലോട്ടറി കച്ചവടം ഉണ്ടായിരുന്നു, ഇപ്പൊ അതും ആരും എടുക്കത്തില്ല മക്കളെ. എന്ന് പറഞ്ഞാ ഇപ്പൊ സമ്മാനം ഒന്നും കിട്ടാത്തോണ്ടേ ആളുകൾ ഒന്നും എടുക്കത്തില്ല. പിന്നെ അമ്മച്ചി അങ്കമാടിയിലും അവിടെ ഇവിടെയൊക്കെ പോയി കഞ്ഞിയോ എന്തേലും ഒക്കെ ആരെങ്കിലും ഒക്കെ സഹായിച്ച് ഇങ്ങനെ പോന്നെയാ. അവര് ഈ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് കടവും മേടിച്ച് അങ്ങ് കേറിപ്പോയി. നാട്ടുകാരും കടക്കാരും മൊത്തവും വന്ന് കേറി ഇറങ്ങി എന്നോടാ ചോദിക്കുന്നെ. വാർദ്ധക്യം പിടിച്ച വൃദ്ധ എവിടുന്നെടുത്ത് കൊടുക്കാനാ? ഒരു നേരം ആഹാരം പോട്ടെ, ഒരു മരുന്നിന് പോലും 5 പൈസ ഇല്ല ഈ വീട്ടില്. അയ്യോ, അറിയത്തില്ലായിരുന്നു അമ്മച്ചി. എല്ലാം കൂടി ഞാൻ എന്തോ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ കാണാൻ ദൈവം ഇന്ന് വൈകിട്ട് വരുമ്പോ സിനിമയ്ക്ക് പോണം. എന്തായാലും കൊണ്ടോടി വെടക്കാടി ഒന്ന് അടങ്ങടി ഒന്ന്. അമ്മച്ചി ഒരു കാര്യം ചെയ്യ്, ഇത് കൈ വെച്ചോ. അയ്യോ വേണ്ട മക്കളെ, വേണ്ട വേണ്ട. അല്ല ഇത് വെച്ചോ, അമ്മച്ചിയുടെ മോൻ തരുന്നത്. വേണ്ട മക്കളെ, ഇത് കൈ വെച്ചോ. അമ്മച്ചി മരുന്ന് എന്തോന്ന് വെച്ചാ മേടിക്ക്. എന്റെ കയ്യിൽ ഇപ്പൊ ഇതേ ഉള്ളു. ഞാൻ മോന്റെ നമ്പർ എങ്ങനെയാലും ഒപ്പിച്ച് വിളിച്ചോളാം, വിഷമിക്കണ്ട കേട്ടോ. എന്നാ ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ. മക്കളെ, വെള്ളമൊന്നും കുടിച്ചില്ലല്ലോ? അമ്മച്ചി ഒരു ചായ കാണും, തേയിലയും ഇല്ല. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. നീ പോരെ പോരെ. 500 രൂപയും കിട്ടി സാറേ. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നീ എന്തോന്ന് ട്രൈ ചെയ്യുന്നതാടാ? നീ ഏതെങ്കിലും ഒന്നെങ്കിലും ഇന്ന് ക്ലിയർ ചെയ്തായിരുന്നോ? ഓക്കെ, ഞാനത് നാളെ തന്നെ ക്ലിയർ ചെയ്യാം സാറേ. ഇന്ന് ഒന്നുപോലും നീ ചെയ്തില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. എവിടെ ചെന്നാലും ആരും കിട്ടുന്നില്ല അങ്ങോട്ട് പിടിക്കാൻ. ടാർഗറ്റ് ഒന്നും ആയിട്ടില്ല. എനിക്കറിയാം എന്റെ ടാർഗറ്റ് ക്ലിയർ ആയിട്ടില്ല എന്നുള്ളത്. അതൊന്നും ആവാത്ത സ്ഥിതിക്ക് സാലറിയും തരത്തില്ല കേട്ടോ. ഓ ശരി സാർ. മോനെ, കറണ്ട് ചാർജ് അടയ്ക്കാൻ സമയം കഴിഞ്ഞു. അടയ്ക്കാം. പിന്നെ 5-ാം തീയതിയത്തെ ലോണ് മറക്കണ്ട, ഇതിന്റെയൊക്കെ കാശെടുത്ത് വെക്കണേ. അത് ഞാൻ സെറ്റാക്കാം. പിന്നെ ആ പാല് കാച്ച് വരുന്നു,
സുധീഷന്റെ ബാല്യകാച്ച് നമ്മുടെ ബാല്യകാച്ചിന് ഇവിടെ 500 രൂപ കൊണ്ട് തന്നതാ. ഏട്ടാ നമുക്ക് പോവാ. എവിടെ? ചേട്ടൻ പറഞ്ഞതല്ലേ നമ്മൾ ഇന്ന് സിനിമയ്ക്ക് പോകുമെന്ന്. ഇന്നും കൂടി ഉള്ളു പണിയുടെ ഷോ. നമുക്ക് പോവാം, വാ വേഗമാട്ടെ. എടി അടുത്ത ആഴ്ച പോവാം. നിങ്ങളെ കൂട്ടുകാരുടെ കൂടെ ആണ് നിങ്ങളിപ്പോ പോയേനെയല്ലോ. എൻ്റെ കൂടെ വരാൻ മാത്രം നിങ്ങൾക്ക് ഇത്ര മടി ഇല്ലേ? കൊള്ളാം, നിങ്ങൾ കൊള്ളാം. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇവിടെ എനിക്ക് ഈ മാസം ഒന്നും എന്റെ ടാർഗറ്റ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. പൈസ ഒന്നും കൈ വന്നിട്ടില്ല. ആകെ ബുദ്ധിമുട്ടാ. പിന്നെ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞല്ലേ കൊണ്ടുവന്ന് ഈ ആഴ്ചയില്. ഇപ്പൊ അതിന്റെ ഷോ ഇപ്പൊ തീരാറായി. ഇന്നും കൂടി എങ്ങാണ്ട്. കഴിഞ്ഞ മാസം നിങ്ങൾ ഒരു സിനിമയ്ക്കും എന്നെ കൊണ്ടുപോയില്ല. എടി കഴിഞ്ഞ മാസം നമ്മൾ വീഗാലാൻഡിൽ പോയതല്ലേ. പിന്നെ വീഗാലാൻഡിൽ പോകുന്നവരൊക്കെയാണോ സിനിമയ്ക്ക് പോകുന്നത്? നിങ്ങൾക്ക് എന്നോട് ഒരു തരി പോലും സ്നേഹമില്ല ഇപ്പം. എടി നമുക്ക് അടുത്ത ആഴ്ച സിനിമയ്ക്ക് പോവാടി. നീ ഒന്നും എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കടി. അപ്പൊ EMI അടയ്ക്കണം, പിന്നെ കറണ്ട് ബില്ല് അടയ്ക്കണം, പിന്നെ ആ ലോണിന്റെ പൈസ 5-ാം തീയതി ആകുമ്പോഴത്തേനും ആക്കണം, പിന്നെ പാല് കാച്ചുണ്ട്. ഇതെല്ലാം ചെയ്യണ്ടായോ? നമ്മളൊന്ന് പുറത്തിറങ്ങുമ്പോഴത്തേന് 10,000-2000 രൂപ തീരും. എന്റെ കയ്യിൽ അതിനു വേണ്ടി പൈസ ഇല്ല. പിന്നെ എനിക്ക് മടുത്ത്. ഈ വീടും 4 ചുവരും ഈ അമ്മയുടെ മുഖവും മാത്രം കണ്ടു ഞാൻ മടുത്ത്. എടി അടുത്ത ആഴ്ച പോവാടി. നീ ഒന്ന് അടങ്ങടി. നീ ജീവിതം എന്തുവാണെന്ന് മനസ്സിലാക്കി. എനിക്ക് ഈ കുടുംബത്തിലെ കാര്യവും നോക്കണം, നിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കുന്നില്ലേടി. ഞാൻ ഒരൊറ്റ ഒരാളല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. നീ ഒന്ന് മനസ്സിലാക്കടി. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ ആണെങ്കിൽ നിങ്ങൾ പോയേനെയല്ലോ. എടി ഈ മാസം നല്ല ചെലവായി. പിന്നെ ഈ കഴിഞ്ഞ മാസം അവസാനം നിന്റെ അനിയത്തിയുടെ പാല് കാച്ചിന് 5,000 രൂപ കൊടുത്തില്ലേ? അതാ ഇത്രയും ടൈറ്റ് ആയത് ഞാൻ. പിന്നെ ഇനി എന്റെ അനിയത്തിക്ക് കൊടുത്തത് പറ. നിങ്ങൾ ചെലവാക്കുന്നതിനൊന്നുമില്ല. എന്റെ അനിയത്തിക്ക് കൊടുത്തത് നിങ്ങൾ പറ. എടി ഒന്ന് വെയിറ്റ് ചെയ്യടി. അടുത്ത ആഴ്ച പോവാടി. കഷ്ടമുണ്ട്, എല്ലാരും പോയി ചേട്ടാ. അടുത്ത ആഴ്ച അവർക്ക് 24 മണിക്കൂർ അണിഞ്ഞൊരുങ്ങി നടക്കണം. തുണി മേടിച്ചതാ, അത് മേടിച്ചതാ, ഇത് മേടിച്ചതാ, തിന്നാ ബർഗർ മേടിച്ചതാ. സിനിമ കല്യാണം കഴിച്ച് മനസ്സിൽ അനുഭവിക്കുക. വേറെ പണിയെടുത്ത് തിന്നടി. സ്വന്തമായിട്ട് പണിയുണ്ടാക്കി തിന്നെ. ഞാൻ പോകുന്നു. എനിക്ക് വയ്യ ഈ വീട്ടിൽ കിടന്ന് അറിയിക്കാൻ. എനിക്ക് വയ്യ. മനുഷ്യൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുവാ. അതൊന്നും ആരെ അറിയിക്കാതിരിക്കുമ്പോ അവർക്ക് അതുതാ ഇതുതാ അവിടെ കൊണ്ട് ഇവിടെ കൊണ്ട് അണിഞ്ഞിരിക്കണ്ട. മോളെ അവിടെ വന്ന് വേണ്ട, അവിടെ കിടന്നോളാം. അവിടെ വന്ന് കിടക്കടി. ബോഡി മേലെ കയറി കിടയടി. ഞാൻ മേലെ കയറി കിടക്കുന്നില്ല. ഞാൻ ഇവിടെ കിടന്നോളാം. ഈ മോനെ ഞാൻ ഇവിടെ കിടന്നോളാം. ഒന്ന് കിടക്കടി. നിങ്ങൾക്കിപ്പൊ എന്നെ ഇഷ്ടമല്ല. എന്നെ കണ്ണിന് വരെ കണ്ടുകൂടാ. ഞാൻ ഈ ഭൂമിയിൽ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്. അത് നിന്നെ മാത്രമാ. കള്ളവാ, സത്യവാ അല്ല. പണി സിനിമയല്ലേ, നമുക്ക് നാളെ പോവാം. വാടി. ആ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വാ. വൈദ്യുതിയെ അമൂല്യവാ. കറണ്ട് ബില്ല് അടയ്ക്കണം. നാളെ എന്തൊക്കെയാണോ എന്തോ. നാളെ എന്തായാലും എല്ലാത്തിനും ഞാൻ പൊക്കും. ചേട്ടാ എനിക്കൊരു ഐഫോൺ മേടിച്ചു തരുമോ? ഇന്ന് എന്താ ആഴ്ച? ഇന്ന് ശനിയാഴ്ച. ഞായറാഴ്ച പോരെ? ഏത് ഞായറാഴ്ച ചേട്ടാ? എല്ലാ മാസവും ഞായറാഴ്ച ഉണ്ടല്ലോ. പെണ്ണെ നീ ചെണുങ്ങാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. അല്ലേലും നിങ്ങൾക്ക് ഇപ്പം എന്നോട് ഒരു സ്നേഹവും ഇല്ല, എനിക്കറിയാം. ഒരു കാര്യം ചെയ്യും, നേരത്തെ പോയി കിടന്നുറങ്ങും. പോ